ഉണ്ടായ ഒരു പ്രശ്നങ്ങളാണ് ഈ ഒരു ഇത്തരത്തിലേക്ക് എത്താനുള്ളൊരു കാരണമായത്. ഈ സംഭവം നടന്നത് താമരശ്ശേരി മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംഭവം അല്ല, ഇവരെ ബന്ധക്കാർ നമ്മൾ താലൂക്ക് ഹോസ്പിറ്റൽ SOSന്റെ സാന്ത്വനം വളണ്ടിയറാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ പിന്നെ കുട്ടീൻ്റെ സ്റ്റേജ് ഏകദേശം 70% ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പിന്നെ ഡോക്ടർമാർ അതിൻ്റെ വേണ്ട ചികിത്സകൾ മറ്റുള്ള കാര്യങ്ങൾ കൊടുത്ത് ICU ആംബുലൻസിൽ പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് ICU ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ഒരു അടിപിടി. ആ അടിപിടിയിൽ ഈ അടി കിട്ടിയത് ദിവസം വെയിറ്റുള്ള അടിയാണ് കിട്ടിയത്. തലൻ്റെ പുറഭാഗത്ത് അടി കിട്ടിയതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഇഞ്ചുറി വന്നത്. ഇപ്പം വേറൊരു കാര്യം ഉയർന്നു വരുന്നത്, ഈ കുട്ടികൾ തമ്മിൽ മുൻപും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, കുട്ടികൾ സ്കൂളിന് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടും അല്ലാണ്ടുള്ളൊരു രാഷ്ട്രീയ വൈരാഗ്യം അങ്ങനത്തെ യാതൊരു സംഭവങ്ങളൊന്നും അല്ല. കുട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന പോർവിളി അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഉണ്ടാകുന്ന ഈ കൂട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ. അതിൻ്റെ മുമ്പ് വലിയ എന്തോ ഒരു വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഈ ഒരുമിച്ച് കൂടുന്നത്. അല്ലാണ്ട് ഇപ്പോൾ സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉണ്ടായതല്ല. പിന്നെ ഈ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഈ ട്യൂഷൻ സെൻറ്ററിൽ. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു പിന്നെ മൊബൈൽ ഓഫാക്കിയ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ. അതെന്താന്നുള്ള അതിനെപ്പറ്റി അറിയാല. അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസാണ് അതിൻ്റെ വിവരങ്ങളൊക്കെ തരേണ്ടത്. ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു വിഷയം അങ്ങനെ വോയിസൊക്കെ വരെ പുറത്ത് വരുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ഞാനും വലിയ ബന്ധക്കാരുണ്ട്, പിന്നെ അവിടുന്ന് നേഴ്സുമാരുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴത്തെ പറഞ്ഞിട്ട് ഒരു 70% ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതീക്ഷ വേണ്ടെന്നുള്ളത്. ഈ സംഘർഷം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത്. എങ്ങനെ പുറമെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അടീൻ്റെ വെയിറ്റ് കൊണ്ടാണ് തലൻ്റെ പുറഭാഗത്താണ് അടി വന്നത്. അത് ഒന്നുകിൽ ഡോക്ടർ പറയുന്നത് ഇത്രയും വെയിറ്റുള്ള ഒരാൾ അടിച്ച അടിയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ആയുധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടല്ലോ ഈ കുറുതായിട്ടുള്ള സാധനങ്ങൾ, അതുകൊണ്ടുള്ള അടിയാണ് എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ അത് പോലീസ് എന്തോ സാധനം വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇല്ലല്ല, ബോധമല്ല. കണ്ണിന് പരിക്കുണ്ട്. കണ്ണൊന്നും അന്നപ്പം തന്നെ തുറന്നിട്ടില്ല. കണ്ണിന് പരിക്കുണ്ട്. പിന്നെ തലൻ്റെ ഈ ഭാഗത്ത് പൊട്ടലുണ്ട്. തലൻ്റെ പുറകിലുള്ള ഇതുണ്ട്. പുറത്തൊന്നും കാണാനില്ല. പുറത്തൊരു എന്തോ ഒരു തൊലിൻ്റെ ഇതുപോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കണ്ണിങ്ങനെ പൂടിയിട്ട് തന്നെ ഉള്ളത്. ആ സമയത്ത് തന്നെ കണ്ണ് തുറക്കുന്നൊന്നും അതൊന്നും അനങ്ങുന്നൊന്നുമില്ല. നമ്മൾ ഒരു അക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അത് പറ്റിയില്ല. ആ സമയത്ത് ഒരു അക്ഷരം എന്താ സംസാരിച്ചാൽ ഒന്നും ഡോക്ടർ പലതും ഇങ്ങനെ തട്ടി ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം തന്നെ അതായത് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഏകദേശം പിന്നെ ബോധം ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ബോധം പോയിട്ടുണ്ട്.